ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വിങ് മെഷീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ജുക്കിയാണ് കേട്ടോ നമ്മുടെ മെഷീൻ. അപ്പോൾ ഞാനിത് എപ്പോഴും കവർ ചെയ്തിടാറുണ്ട്. നമ്മളെപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മെഷീൻ ഫസ്റ്റിലെ തന്നെ കവർ ചെയ്തിടുക. ഓക്കെ, ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് മെഷീൻ ഓഫാക്കി ഇടുക. രണ്ട് സ്വിച്ചും, അതായത് മെഷീൻ്റെ സ്വിച്ചും പവർ സ്വിച്ചും ഓഫാക്കി ഇടുക കേട്ടോ. മെഷീൻ്റെ എല്ലാ സൈഡിലെയും ഈ ഔട്ടർ പോർഷനിലെ എല്ലാ സൈഡും നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഈ എഡ്ജസിലൊക്കെ ഒരുപാട് പൊടിയുണ്ട്, അപ്പോൾ അതെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കുക. തുടയ്ക്കാൻ എടുക്കുന്ന തുണി നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വേണം എടുക്കാൻ കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും കല്ല്, എന്തെങ്കിലും സീക്വൻസ് എന്തെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ മെഷീനോ അല്ലെങ്കിൽ ടേബിളോ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീറ്റായിട്ടുള്ള ഒരു പുതിയ തുണി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നനവില്ലാത്ത ഒരു കോട്ടൺ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ടേബിൾ ടോപ്പിൽ, ഈ മെഷീൻ ഇരിക്കുന്ന ടേബിൾ ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമ്മുടെ ടെൻഷൻ, അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻ, അങ്ങനത്തെ പോർഷനിലൊക്കെ നല്ല പൊടിയാവും. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ടർ ഏരിയ ഫുള്ളായിട്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മെഷീൻ ഇതുപോലെ ഒന്ന് പൊക്കിയിട്ട് ആ ഹെഡ് റെസ്റ്റിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഉൾവശം. നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ കാണാം, ഈ അടിനൂല് കണ്ടോ, അടിനൂലിൽ ഇതുപോലെ നൂലുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ നൂലുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് വീഴാതിരിക്കുക, നൂല് പൊട്ടുന്ന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഇതുപോലെ ഒരുപാട് നൂലുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മാസത്തിലൊരിക്കലും ഇതുപോലെ അതിൻ്റെ പൊടിയും നൂലും ഇത് എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂല് പൊന്തി മുകളിലേക്ക് വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതും കൂടി ആ ഫാബ്രിക്കിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോബിനും കേസ് റിമൂവ് ചെയ്തിട്ട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഒരു സീം റിപ്പർ കാണൂലേ, ഇത് വെച്ചിട്ട് അകത്തുള്ള എല്ലാ വലയും ഈ നൂലും ഇതുപോലെ നമുക്ക് വലിച്ചിങ്ങനെ എടുക്കാം. പിന്നെ നമ്മുടെ നൂല് പൊട്ടുന്ന സമയത്തില്ലേ, നമ്മൾ ഒരിക്കലും നൂല് അതിൽ കുരുങ്ങുമ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ ലൈറ്റർ കത്തിച്ചൊക്കെ നമ്മൾ ആ നൂലിനെ ഉരുക്കി ഇങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്താലും നമുക്ക് സ്റ്റിച്ച് വീഴാതിരിക്കും. മെഷീനിൽ സ്റ്റിച്ച് വീഴാൻ പാടായിരിക്കും, പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് മെഷീൻ്റെ ഈ ഒരു സൈഡിലെ പാർട്ടൊക്കെ കണ്ടോ, ആ പാർട്ടിലൊക്കെ ഒരുപാട് നൂലുകൾ ഇതുപോലെ നൂലും സീക്വൻസും മുത്തും കല്ലുകളൊക്കെ പിന്ന് വരെയുണ്ട്, അതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം.
ഈ ഒരു ബോബിൻ്റെ പോർഷനിൽ നിറച്ചും പൊടിയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇത് തിരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ ആ ഒരു പോർഷനും കൂടി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓയിൽ നന്നായിട്ടൊന്ന് നോക്കുക. ഇതിനകത്ത് നൂല്, സീക്വൻസ്, അതുപോലെ മുത്ത്, കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ടുള്ളൊരു സ്പോഞ്ച് എടുക്കുക. നമ്മൾ കിച്ചണിൽ പുതിയ സ്പോഞ്ചൊക്കെ ഇല്ലേ, അതുപോലത്തെ പുതിയ സ്പോഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഓയിൽ ഫുള്ള് ഡിപ്പ് ചെയ്ത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രേ നന്നായിട്ട്, ഈ ഒരു ഓയിലിരിക്കുന്ന ട്രേയിൽ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഓയിൽ അരിച്ച് വെച്ചില്ലേ അതിന് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇപ്പോൾ എൻ്റെ മെഷീനിൽ ഈ ഓയിലിന് വേറെ പൊടിയോ അങ്ങനെ ഒന്നുമില്ല. ഈ സൈഡിലിരിക്കുന്ന പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓയിൽ ക്ലീൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു കളറിലിരിക്കുന്നത് പലർക്കും ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ഇയറായിട്ട് ഈ ഒരു ഓയിൽ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ റീഫില്ല് ചെയ്യും. അല്ലാതെ ഞാനിത് ഇതുവരെ ഇങ്ങനെ മാറ്റിയിട്ടില്ല. ഓക്കെ, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞാനിവിടെ ഈ ഒരു ജുക്കിയുടെ ഈ ഒരു ലേബലുള്ള ഓയിൽ, മെഷീൻ ഓയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മെഷീൻ ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ജുക്കിയുടെ തന്നെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മന്തൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലെ പോർഷനിൽ അതുപോലെ ഈ ഒരു ചെറിയൊരു ട്രേ, ഈ ട്രെയിനകത്താണ് ഒരുപാട് നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ വന്ന് വീഴുന്നത്. അപ്പം അതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ തുടച്ചതിൻ്റെ ബാലൻസ് ആ തുണിയില്ല, അത് വെച്ചിട്ട് ഫസ്റ്റ് ആ ഒരു ഓയിലിൻ്റെ ആ ഒരു മുകളിലത്തെ പോർഷനിൽ അത് ഫുള്ളായിട്ടൊന്ന് തുടയ്ക്കുക. അതിനുശേഷം ഈ സൈഡിലെ പോർഷനെല്ലാം നമുക്ക് നീറ്റായിട്ട് തുടച്ചെടുക്കാം. ഞാനിങ്ങനെയാണ് മന്ത്ലി എൻ്റെ മെഷീൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷീൻ ഇവിടെ ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.